ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഏകദൈവ വിശ്വാസിയായ മോശയെക്കുറിച്ചാണല്ലോ. മോശയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ മോശ ഏകദൈവ വിശ്വാസിയാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. ആവർത്തന പുസ്തകം 6:4 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്നാണ് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം എന്ന് ഇസ്രായേലിനെ പഠിപ്പിച്ചവനാണ് മോശ അല്ലേ. കാരണം യേശുക്രിസ്തു കൃപാലുവായ ദൈവമാണ്. ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു, അല്ലാതെ രണ്ടാമനല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് അല്ലെ. ദൈവം അഭിഷക്തനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യേശുക്രിസ്തുവിനെ നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തെയാണ് ഓർക്കുന്നത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു മൊഴിഞ്ഞത് വളരെ വ്യക്തമായി നമ്മൾ പല ക്ലാസ്സുകളായി പഠിച്ചതാണ് അല്ലെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ, മോശ ഒരിക്കലും തൃത്വത്തെ ആരാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ തൃത്വ ദൈവത്തെ ആരാധിച്ചതായിട്ട് ദൈവവചനത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ. കാരണം അപ്പോസ്തലന്മാർക്ക് ശേഷം കള്ള പ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ഒക്കെ നുഴഞ്ഞു കയറുമെന്ന ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു അല്ലെ. അപ്പൊ ഏടിയിൽ പിതാക്കന്മാരെന്ന് പറയുന്ന കുറെ ആൾക്കാർ അല്ലെ, ആരെയും ഭൂമിയിൽ ഇരിക്കുന്നവരെ ആരെയും പിതാവ് എന്ന് വിളിക്കരുതെന്ന് ദൈവവചനം ശക്തമായി വാൺ ചെയ്തിട്ടും അവരെ നുഴഞ്ഞു കയറിയ കള്ള സഹോദരന്മാർ എന്ന് വേണം അവരെ വിശേഷിപ്പിക്കാൻ. തെർത്തുല്യൻ, ഓർഗിൻ എന്നിവരെ നുഴഞ്ഞു കയറിയവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ കഴിയും. കാരണം അപ്പോസ്തലനായ പൗലോസ് അവരെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. വിവരിക്കുക മാത്രമല്ല, അദ്ദേഹം അതിനെക്കുറിച്ച് പ്രവചിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. തെർത്തുല്യനും ഓർഗനും തെർത്തുല്യൻ, ഓർഗൻ എന്ന് പറയുന്ന പിതാക്കന്മാരൊക്കെ പിന്നീട് നുഴഞ്ഞു കയറിയ പിതാക്കന്മാരെന്ന് പറയുന്നവർ, കാരണം തൃത്വം എന്ന സങ്കല്പം ഉണ്ടാക്കുവാൻ വേണ്ടി പിശാച് ഉന്തിത്തള്ളി വിട്ടവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അവരുടെ ഭാഗം എടുത്തിട്ടാണ് ഇപ്പോഴും പല ആളുകളും വിശ്വസിക്കുന്നത് ദൈവത്തിൽ 3 പേരുണ്ട്, 3 ദൈവങ്ങളുണ്ട് എന്നൊക്കെ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 3:22 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. അത് വളരെ വ്യക്തമായും അപ്പോസ്തലന്മാർ വിവരിച്ച ഒരു കാര്യമാണ്. ദൈവമായ കർത്താവ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കർത്താവ് രണ്ടാമനും ദൈവം ഒന്നാമനുമാണ് അല്ലെ. പിതാവ് ഒന്നാമനും കർത്താവ് യേശുക്രിസ്തു കർത്തൃത്വം നടത്തുന്ന ആളാണ്, രണ്ടാമത്തെ വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃത്വക്കാർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഭാഗക്കാർ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ദൈവത്തിൽ വേറൊരു വ്യക്തി കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന് 2 പേരാണ് ദൈവത്തിൽ, മൂന്നാമതൊരാളില്ല, 2 പേര്. അങ്ങനെയും പഠിപ്പിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഈയിടെ കുറച്ച് നാളുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ നിരന്തരം പോസ്റ്ററുകൾ അവരുടേത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ദൈവം 2 പേരുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദഗതി എന്ന് പറയുന്നത്. മോശ പഠിപ്പിച്ചത് എന്താണ്? ദൈവം ഏകനാണെന്ന് തന്നെയാണ് പറഞ്ഞത്. യഹോവയാണവൻ, ആ യഹോവയായ ദൈവം ഏകനാണെന്ന് തന്നെയാണ് മോശ പഠിപ്പിച്ചതും
പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നതും അതായിരുന്നു എന്ന് നമ്മൾ വായിച്ചു അല്ലെ. 6:4 വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ വചനങ്ങൾ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. കാരണം 3 ആണെന്നാണോ മോശ പഠിപ്പിച്ചത്? ഒരിക്കലുമല്ല. 3 ദൈവങ്ങൾ എന്നല്ല മോശ പഠിപ്പിച്ചത്. മോശ പഠിപ്പിച്ചത് എന്താണ്? ഏകൻ എന്നാണ് മോശ ഇവിടെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ, അല്ലെ. മോശ ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചതായിട്ട് കാണും. 3 ഒരിക്കലും മോശ പഠിപ്പിച്ചില്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിന് യാതൊരു മാറ്റവുമില്ല. പുതിയ നിയമത്തിൽ പുതിയൊരാൾ ജനിച്ചു അല്ലെ, രണ്ടാമൻ ജനിച്ചു എന്ന് പറയുവാൻ തന്നെ അതും ദൈവവചന വിരുദ്ധമാണ്. അങ്ങനെ ഒരു കാര്യം യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെ. ദൈവമായ കർത്താവ് മർക്കോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോ അവിടെ അതിന്റെ 12-ാം അധ്യായത്തിൽ ഏക കർത്താവ് എന്ന് പറയുന്നുണ്ട്, അല്ലെ. ഏക കർത്താവ്. ഇതേ കാര്യം തന്നെ അവിടെ ഏറ്റവും പ്രധാന മുഖ്യ കൽപ്പന എന്തെന്ന് ചോദിക്കുമ്പോ കർത്താവ് യേശു ക്രിസ്തുവോടെ പഠിപ്പിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേല് കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അല്ലെ. ചിലര് യേശു കർത്താവ് രണ്ടാമനാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു കർത്താവാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. അതിന്റെ താഴ്ഭാഗത്തേക്ക് ആ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ 6:4 വളരെയധികം സാമ്യം വരുന്നു. ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം. 12-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്നാകുന്നു. രണ്ടാമത്തേതോ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നല്ലത് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ദൈവം ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനില്ല. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറയുന്നു, എന്നിൽ മറ്റൊരുത്തനില്ല, അല്ലെ. അപ്പൊ യേശു ക്രിസ്തു അത് തന്നെയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ 2 പേരും 3 പേരും ഉണ്ട് എന്ന് യേശു ക്രിസ്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവർക്ക് എങ്ങനെയാണ് 2ഉം 3ഉം വ്യക്തികൾ ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. കാരണം ദൈവം ഏകനേ ഉള്ളൂ എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്, അവനല്ലാതെ മറ്റൊരുത്തനില്ല എന്ന് വളരെ വ്യക്തമായിട്ട്. കാരണം യേശു ക്രിസ്തു പഴയ നിയമത്തിൽ, അതായത് പല ആളുകളും വാദിക്കുമ്പോൾ പറയും, നിങ്ങൾ എന്തിനാണ് ഈ പഴയ നിയമത്തിലേക്ക് പോകുന്നത്? പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏക കർത്താവ്, ഏക ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് പോകുന്നത്. ത്രിയേകം, തൃത്വം എന്നീ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു സംഭവം കാണുവാനില്ല എന്നുള്ളതാണ്. ഇത് നുഴഞ്ഞു കയറിയ കള്ള സഹോദരന്മാർ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളതാണ്. AD അതായത് അപ്പോസ്തലന്മാരുടെ മരണത്തിന് ശേഷം ചില കള്ള സഹോദരന്മാർ നുഴഞ്ഞു കയറുകയും അവരുണ്ടാക്കി തീർത്തതാണ് ഈ പറയുന്ന തൃത്വവും ത്രിയേകത്വവും എന്നുള്ള സംഗതി എന്ന് പറയുന്നത്, അല്ലെ. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടുത്തലിനെ ഇവര് എന്ത് ചെയ്യുന്നു? എതിർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടി കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുക്രിസ്തു മറ്റൊരു വ്യക്തിത്വമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. യേശുക്രിസ്തു പോലും പറഞ്ഞ എന്താണ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കാരണം ഞാൻ പിതാവ് ഒന്നാകുന്നു. ഞാൻ ആരാണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണെന്ന് യേശുക്രിസ്തു സമ്മതിക്കുന്നു, അല്ലെ. യേശുക്രിസ്തു രണ്ടാമനാണ് എന്നുള്ള കാര്യം അവിടെ ഇപ്പൊ രണ്ടാമനാണെന്ന് യേശുക്രിസ്തു ഒരിക്കലും പറയുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പോ പ്രവർത്തികളുടെ പുസ്തകം 3:22 വളരെ വ്യക്തമായ ഒരു കാര്യം എഴുതിയിരിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അപ്പൊ മോശ പറഞ്ഞ ഒരു കാര്യങ്ങളും തെറ്റാണ് എന്ന് ഒരിക്കലും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചില്ല. അപ്പോസ്തലന്മാർ അതിനെയെല്ലാം അംഗീകരിച്ചിരുന്നു.
യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവരതിനെ അംഗീകരിച്ചിരുന്നു. ദൈവം ഏകനാണ്, ദൈവത്തിൽ 3 പേരുണ്ട് എന്നൊന്നും അപ്പോസ്തലന്മാർ പറഞ്ഞു പഠിപ്പിച്ചില്ല. പക്ഷെ ഇന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിക്കുകയാണ് 3 പേരുണ്ട്. അനിൽ കൊടിത്തടത്തെ പോലെയുള്ള വലിയ ദൈവദാസന്മാർ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ദൈവത്തിൽ 3 പേരുണ്ട് സമതുല്യരായ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സമതുല്യതയെക്കുറിച്ചും അല്ലെ 2 പേരുണ്ടതിനെ കുറിച്ചും ഒക്കെ വിശദീകരിച്ചതാണ്. എന്തെല്ലാം മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ഈ പഠിപ്പീരുകൾ കൊണ്ടൊന്നും ഇവരെന്ത് ചെയ്യത്തില്ല, ഒന്നും നേടാൻ പോകുന്നില്ല. ദൈവവചനം സത്യമായിട്ട് പ്രസംഗിക്കേണ്ട കാര്യമാണ്. ദൈവം ഏകനാണ് എന്ന് പറഞ്ഞാൽ ഏകനാണെന്ന് തന്നെ പഠിപ്പിക്കണം. അല്ലാതെ തൃത്വമാണെന്നും ത്രിയേകനാണെന്നും പഠിപ്പിക്കുന്നവനൊക്കെയും ദൈവം പിടിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യമാണ് ശിക്ഷ വരും എന്നുള്ള കാര്യം വളരെ ഉറപ്പായ കാര്യമാണ്. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ പ്രിയ സഹോദരങ്ങളെ. അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുവാൻ പാടില്ല. ആവർത്തന പുസ്തകം 18:15 നമ്മൾ കിടന്നു പോകുമ്പോ ഈ ഭാഗം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യത്തിൽ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. അപ്പൊ മോശയാണ് പഴയ നിയമത്തിലെ ഏറ്റവും ശക്തിയേറിയ പ്രവാചകനും അതുപോലെ തന്നെ അപ്പോസ്തലനും ഒക്കെ ആരായിരുന്നു? മോശയായിരുന്നു. മോശയെ കൊണ്ട് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മോശയെ കൊണ്ട് എന്തേ പാപങ്ങൾ ഏറ്റുകൊണ്ട് മരിക്കുവാനായിട്ട് ദൈവം എന്തേ കൽപ്പിക്കാത്തത്? മോശ അതിന് യോഗ്യനല്ല എന്നുള്ള കാര്യവും ഞാൻ അതിനെക്കുറിച്ച് ആ എപ്പിസോഡുകളിൽ വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചിരുന്നു, അല്ലെ? എന്നിട്ട് മോശ പറയുകയാണ്, എന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ദൈവം ഒരിക്കലും ഒരു പ്രവാചകനല്ല. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. മനുഷ്യരുടെ രക്ഷയ്ക്കായി, മാനവരാശിയുടെ രക്ഷയ്ക്കായി അവൻ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നു. അപ്പോ ഇവിടെ അതേ കാര്യം തന്നെയാണ് മോശ ഉദ്ദേശിക്കുന്നത്, അല്ലെ? ജഡത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം എഴുതിയിരിക്കുകയാണ്, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നൊക്കെയും അവൻ അവരോട് പറയും. അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. യേശു ക്രിസ്തു ഒരിക്കലും ഒരു പ്രവാചകനാണോ? പ്രവാചകനെ പോലെ അവൻ ശോഭിച്ചിരുന്നു എങ്കിലും അവൻ പ്രവാചകനല്ല. അവനൊരു ശാസ്ത്രിയല്ല, അവനൊരു പണ്ഡിതനുമല്ല. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. കാരണം അവനൊരു പ്രവാചകനെ പോലെ, അതായത് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഈ ലോകം എന്നെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു ചോദിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ മറുപടി, നീ ഒരു പ്രവാചകന്മാരിൽ ഒരുത്തൻ, ഏലിയ പ്രവാചകൻ എന്നൊക്കെ പല കാര്യങ്ങളൊക്കെ, പല മറുപടികളാണ് യേശു ക്രിസ്തുവിന് ലഭിച്ചത്. പക്ഷേ യേശു ക്രിസ്തു പ്രവാചകനെ പോലെ പഠിപ്പിച്ചിരുന്നുവെങ്കിലും അവൻ പ്രവാചകനായിരുന്നില്ല. അവൻ അഭിഷക്തനെ പോലെ നിലനിന്നിരുന്നുവെങ്കിലും അവൻ അഭിഷക്തനായിരുന്നില്ല. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. അതുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ വിളിച്ചത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉറക്കെ വിളിച്ചത്. കാരണം എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറപ്പായിരുന്നു ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഏക കർത്താവേ നമുക്കുള്ളൂ, അല്ലെ? വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ കർത്താവായി രണ്ടാമത്തെ വ്യക്തിത്വമായിട്ട് കണക്കാക്കുന്നവരൊക്കെയും തെറ്റിപ്പോയിരിക്കുന്നു. യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ല എന്നുള്ള കാര്യമാണ്. കാരണം പഴയ നിയമത്തിൽ മോശ മധ്യസ്ഥനെ പോലെ പ്രവർത്തിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് മധ്യസ്ഥനായി വെളിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം മോശയെ പോലെ എഴുന്നേൽപ്പിക്കും എന്നാണ് പറയുന്നത്, അല്ലെ? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ച് വളരെ അധികം വ്യക്തമായി മോശ പ്രവചിച്ചിരുന്നു എന്നുള്ള കാര്യമാണ്. നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോ യോഹന്നാന്റെ സുവിശേഷം നഥാനിയേലിന്റെ കാര്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മോശയും ഫിലിപ്പോസും നഥാനിയേലും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം അല്ലേ? 45 യോഹന്നാന്റെ സുവിശേഷം 1:45 എഴുതിയിരിക്കുകയാണ്, ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത് ദൈവത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ പഴയ നിയമ ഏടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആരെ കുറിച്ചാണ് എഴുതിയിരുന്നത്. മോശ ദൈവത്തെ കുറിച്ചാണ് എഴുതിയിരുന്നത്. വേറെ ആരെ കുറിച്ചും അവൻ എഴുതിയതായി രേഖകളിലില്ല. മറ്റു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ശരിയായിരിക്കാം. പക്ഷെ എങ്കിലും മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ആരാ ഈ പറഞ്ഞിരിക്കുന്നത്? ആരെ കുറിച്ചാണ്? ദൈവത്തെ കുറിച്ചാണ് ഇവരിവിടെ പറയുന്നത്, അല്ലേ? അപ്പോ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനമായ കാര്യം, മോശ ഒരിക്കലും രണ്ടാമതൊരു വ്യക്തിത്വം ഉള്ളതായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. അതിനെ ഫോളോ ചെയ്ത് വന്നവരാണ് അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവും ഒക്കെ. അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ എന്ത് ചെയ്തു? ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. കണ്ടെത്തിയിരിക്കുന്നു. കാരണം യേശുക്രിസ്തു രണ്ടാമനായിരുന്നുവെങ്കിൽ അവരൊരിക്കലും കണ്ടെത്തില്ലായിരുന്നു. മറ്റൊരു പ്രവാചകൻ വന്നു എന്ന് അവർ പറയത്തുള്ളായിരുന്നു. യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായി അവരൊരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്. അവൻ മനുഷ്യനായി വെളിപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എഴുതിയിരിക്കണം, നിന്റെ ദൈവമായ യഹോവ, അല്ലേ? രണ്ട് യഹോവയോ, രണ്ട് യേശുവോ, ഒരു യേശുവോ, മൂന്ന് യേശുവോ ഒന്നും നമുക്കില്ല. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 5-ാമത്തെ വാക്യത്തിൽ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രദ്ധിപ്പീനെന്നൊരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാരിത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണു വീണു. യേശു അടുത്ത് ചെന്നവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അപ്പോ യേശുവിനെ അല്ലാതെ ആരെയും അവരവിടെ കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം സ്വർഗം തുറക്കുമ്പോൾ പ്രധാനമായിട്ടും കാണേണ്ടത് ആരെയാ? പിതാവായ ദൈവത്തെയാണ് കാണേണ്ടത്. തൃത്തക്കാരാണെങ്കിൽ പറഞ്ഞതിന് വരുന്നത്, പിതാവായ ദൈവം സ്വർഗം തുറന്നു നിൽക്കുന്നു, പുത്രൻ ദേ താഴെ നിൽക്കുന്നു എന്നുള്ള ഒരു പഠനമാണ് തൃത്തക്കാരുടെ പഠനം എന്ന് പറയുന്നത്. അവര് കാണാത്തൊക്കെ കാണും. ഒന്നല്ല, രണ്ടുപേരെ, മൂന്ന് പേരെ കാണും. ഷബീർ കൊല്ലം പാസ്റ്ററൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് 3 പേരെ കണ്ടു എന്നാ പറയുന്നത്. സ്നാന സമയത്തൊക്കെ 3 പേരെ കണ്ടുവാണ്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ടിരിക്കുന്ന യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടതായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തു എങ്ങനെ പുത്രനാകും? വളരെയധികം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, അല്ലേ? വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. പുത്രനാകാതെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, വീണ്ടെടുപ്പില്ല, അല്ലെ? ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മനുഷ്യനാകാതെ നിവർത്തിയില്ല. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഇല്ല. മോശയെയോ അല്ലെങ്കിൽ ദാവീദിനെയൊക്കെ പിടിച്ച് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ തറപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവരാരും യേശുവിനെ പോലെ നീതിമാനല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യേശുക്രിസ്തുവിനെ പോലെ നീതിമാനാകാൻ അവരെ കൊണ്ട് സാധിക്കുമോ? അവരൊക്കെ പാപത്തിന്റെ ചേറുകളിൽ കടന്ന മനുഷ്യരാണ്. അവരെ എല്ലാം ദൈവം വീണ്ടെടുക്കുകയായിരുന്നു. ദൈവം അവരെ ക്ഷമിച്ച് ക്ഷമാപണം കൊടുത്ത് അവര് നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യര് എങ്ങനെ ദൈവത്തിന്റെ എന്താ പറയുക പൂർണ്ണതയിലേക്ക് വരുവാൻ മനുഷ്യന് സാധ്യമാകത്തില്ല. യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ് അവനെ കൊണ്ട് അതിന് സാധിക്കുന്നത്, അല്ലാതെ വേറെ ആർക്കും മനുഷ്യരെ കൊണ്ട് അതിന് കഴിയില്ല. എല്ലാവരും തെറ്റിപ്പോയി എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി തന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, പുത്രനാകാതെ വീണ്ടെടുപ്പില്ല.
പുത്രനാകണം, അല്ലെ? പുത്രനായിട്ട് വെളിപ്പെടണം. ദൈവം പുത്രനായി വെളിപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, ദൈവം വെളിപ്പെട്ടു പുത്രനായിട്ട്. ഇസ്രായേൽ ജനത്തെ, പഴയ ഇസ്രായേൽ ജനത്തെ ദൈവം പുത്രനായിട്ട് കരുതിയിട്ടുണ്ട്, സഭയായിട്ട് കരുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ മണവാട്ടിയായി കരുതിയിട്ടുണ്ട്, ഭാര്യയായി കരുതിയിട്ടുണ്ട് പഴയ നിയമ ഇസ്രായേലിനെ. അങ്ങനെയെല്ലാം എല്ലാം കരുതിയാണ് ദൈവം അവരെ സ്നേഹിച്ചത്. എന്നിട്ടും ആ ജാതി എന്ത് ചെയ്തില്ല? ദൈവത്തെ അനുസരിച്ചില്ല, തെറ്റിപ്പോയി. പല പല ഇടയന്മാരെ ദൈവം അവർക്ക് കൊടുത്തു. ആ ഇടയന്മാർ പോലും എന്ത് ചെയ്തില്ല? ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരിക്കലും ജനത്തെ വീണ്ടെടുക്കുന്നതിനോ അവരെ കൊണ്ട് സാധിച്ചില്ല. പിശാചിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും അവഗണിക്കരുത്, അല്ലെ? നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം എന്ന് വളരെ വ്യക്തമായ ഒരു വാഗ്ദത്തം പ്രവാചകന്മാർക്ക് കൊടുത്തിരിക്കുന്നത് അവിടെ എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഉത്തരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവമേകനാണ്, ദൈവത്തിൽ രണ്ടും മൂന്നും വ്യക്തികളില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൽ രണ്ടും മൂന്നും വ്യക്തിത്വങ്ങളില്ല, ദൈവം ഏകനാണ്, ദൈവം ഒരുവനാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും മറന്നു പോകരുത്. അത് മറന്നു പോയി കഴിഞ്ഞാൽ വളരെയധികം ദോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. അവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവ, അല്ലെ? നിന്റെ ദൈവമായ യഹോവ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യത്തിൽ സഹോദരന്മാരുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം കേൾക്കണം. വചനം കേൾക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വചനം കേൾക്കുമ്പോഴാണ് ദൈവം നമ്മൾക്ക് ദൈവവുമായുള്ള ബന്ധം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ തൃത്വനാമത്തിൽ സ്നാനപ്പെട്ടതുകൊണ്ട് ഒരിക്കലും ദൈവ വെളിപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നോ ദൈവവചനത്തിന് അടിസ്ഥാനമായി നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല, പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മറന്നുകൂടാ, മറന്ന് പ്രവർത്തിക്കുവാനായി പാടില്ല. ദൈവം മൂന്ന് പേരാണെന്നും 3 വ്യക്തിത്വമാണെന്നും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ നുഴഞ്ഞു കയറിയ സഹോദരന്മാർ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ പല ആളുകളും, അതായത് പ്രധാന പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രധാന പുരോഹിതന്മാരെന്ന് പറയുന്ന ആൾക്കാര് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ തെറ്റായ പഠനമാണ് ദൈവവചന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ദൈവവചന അടിസ്ഥാനത്തില് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ദൈവത്തെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. നമുക്ക് 2ഉം 3ഉം ദൈവങ്ങളില്ല. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 5-ാമത്തെ 4 മുതലുള്ള വാക്യങ്ങളിൽ 4-ാമത്തെ വാക്യത്തിൽ, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും ഉടമ്പടികളും ന്യായപ്രമാണത്തിന്റെ ദാനവും ദൈവത്തിന്റെ ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം
ഇതിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഇസ്രായേലിയരാണ്, പുത്രത്വവും തേജസ്സും അവർക്കുള്ളതാണ്. അപ്പൊ പുത്രത്വം അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ നിയമത്തിൽ. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സകലരും ആബാ പിതാവി എന്ന് വിളിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ ദൈവമക്കൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അതാണ് പുതിയ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സ്നാനപ്പെടേണ്ടത് വളരെ അത്യാവശ്യകരമായ കാര്യമാണ്. കാരണം എന്താണ്? ഇന്ന് നിങ്ങൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ പോവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ പോവുകയല്ല. നിങ്ങളെ കുറെ പാസ്റ്റർമാർ പറ്റിച്ചു, അല്ലെങ്കിൽ പുരോഹിതന്മാർ പറ്റിച്ചു. എന്താണ്? തൃത്വനാമത്തിലാണ് സ്നാനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിച്ചു. അവിടെ നിങ്ങൾ എന്ത് ചെയ്തു? പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും നിങ്ങളോട് ഓർപ്പിച്ചത്, അല്ലെ? അവർ ഇസ്രായേലിലാണ്. പുത്രത്വവും തേജസ്സും ഉടമ്പടികളും ന്യായപ്രമാണത്തിന്റെ ദാനവും ദൈവത്തിന്റെ ആരാധനയും വാക്തത്വവും അവർക്കുണ്ട്. എല്ലാം അവർക്കുള്ളതായിരുന്നു. അപ്പൊ ആ പുത്രത്വത്തിലേക്കാണ് ദൈവം വന്നത്. ആ പുത്രത്വവും ന്യായപ്രമാണത്തിന്റെ ദാനവും പൂർത്തീകരിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. അത് പൂർത്തീകരിക്കുവാൻ ഒരു പുത്രനെ ദൈവം കാത്തിരുന്നു. കിട്ടിയില്ല, കിട്ടിയില്ല. മോശയിൽ നോക്കി, ദാവീദിൽ നോക്കി, പലരിൽ നോക്കി, അബ്രഹാമിൽ നോക്കി, പലരെയും നോക്കി. പക്ഷേ ആരെയും കണ്ടതായി ദൈവവചനത്തിൽ കാണുന്നതേയില്ല. ആ ഒരു സ്ഥാനത്തേക്കാണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് താനത് പൂർത്തീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് എഴുതിയ ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അപ്പൊ നമുക്ക് രണ്ട് ദൈവങ്ങളില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ട് കർത്താവും നമുക്കില്ല, രണ്ട് ദൈവവും നമുക്കില്ല. എന്തുകൊണ്ടാണ് അവൻ ദൈവമായി വാഴ്ത്തപ്പെട്ടത്? അവൻ മനുഷ്യനായി വെളിപ്പെട്ടു, അല്ലെ? സർവത്തിന്മീതെയുള്ള അധികാരം, പിശാചിന് മേലുള്ള അധികാരവും ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ സകലത്തിനും മീതെ, എല്ലാത്തിനും മീതെ അവൻ ദൈവമായി മാറി. അതിനുമുമ്പ് അവൻ എല്ലാത്തിനും മീതെ ദൈവമായിരുന്നില്ല. ഇപ്പൊ പാപത്തിന്റെയും ശാപത്തിന്റെയും എല്ലാം മേളിൽ ദൈവമായി അവൻ മാറിയിരിക്കുന്നു, അല്ലെ? പഴയ നിയമ പ്രവാചകന്മാരിലൊക്കെ പകുതിയായിട്ട് മാത്രമേ, അതായത് വല്ലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. ആ ദൈവത്തിന്റെ ആത്മാവ് പോയി കഴിയുമ്പോൾ അവരിൽ ഒരു പ്രവർത്തനങ്ങളും പിന്നെ നടക്കുകയില്ല. ദൈവിക പ്രവർത്തികളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, അല്ലെ? ചുരച്ചെടിയുടെ നടുവിൽ പോയി കിടന്നുറങ്ങി എൻ്റെ പ്രാണനെ എടുത്തോണേ എന്ന് പറഞ്ഞ ഏലിയാവ്. ശ്രദ്ധിച്ചു നമുക്കറിയാം. കാരണം ഈ ആണ്ട് മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞ ഏലിയാവിന് നിന്നും ആത്മാവ് പോയി കഴിഞ്ഞപ്പോ, ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ താൻ നിരാശനായി. താൻ എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, കാരണം ഇസബേൽ തന്നെ കൊല്ലും എന്ന് വന്നപ്പോൾ താൻ തകർന്നു പോയി. യേശുക്രിസ്തു തകർന്നതായി ഒരു തരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ നിന്നുമുള്ള പ്രാർത്ഥനയിൽ താൻ കരഞ്ഞു, അല്ലെങ്കിൽ താൻ വേദനിച്ചു. എന്തുകൊണ്ടാണ് താൻ വേദനിച്ചത്? ലോകത്തിന്റെ പാപം മുഴുവൻ താൻ ചുമന്നൊഴിക്കുവാൻ പോകുന്നു എന്നുള്ള വേദനയിലാണ് താൻ കരഞ്ഞത്. അല്ലാതെ കർത്താവ് ഒരിക്കലും എന്ത് ചെയ്തില്ല, പേടിച്ചിട്ടോ ഭയന്നിട്ടോ ആയിരുന്നില്ല കരഞ്ഞത്. അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമെങ്കിലും, പക്ഷെ അവൻ പാപം ചെയ്തിട്ടില്ല. കാരണം പാപം ചെയ്യാത്ത ശരീരമാണ് യേശുക്രിസ്തുവിന്റെ ശരീരം. പാപം ചെയ്യാത്ത കുഞ്ഞാടായി അവൻ ഈ ലോകത്തേക്ക് കിടന്നു വന്നു, അല്ലെ? അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല എന്ന് അവൻ വിളിച്ചു പറയുന്നതിന്റെ പ്രധാനമായ കാര്യം. അപ്പോ യേശുക്രിസ്തു ആരായിരുന്നു? ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടലായിരുന്നു എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ദാനവും ദൈവത്തിന്റെ ആരാധനയും വാഗ്ദത്തവും ആർക്കാണ്? ഇസ്രായേലിയർക്കാണ്.
പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലേ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആമീൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് ഈ യഹോവ സാക്ഷികൾക്ക് ഒരു വ്യക്തത നൽകിയാണ്. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന, ഒരു പുത്രനാണെന്ന് മാത്രം. അല്ലേ? അവർക്ക് എന്താ പറയുക, അവർക്ക് ഒരിക്കലും ഇതൊന്നും കേട്ടാൽ താങ്ങാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കാരണം അതിനു മുമ്പ് യേശുക്രിസ്തുവിനെ വെറും മനുഷ്യനായിട്ടാണ് ലോകം കരുതിയിരുന്നത്. കാരണം ബെൽബസൂലിനെ കൊണ്ട് ഭൂതങ്ങളെ ഇറക്കുന്നവൻ, അല്ലേ, സാധാ ഒരു പ്രവാചകൻ, നിയമം മാറ്റാൻ വന്നവൻ, ന്യായപ്രമാണത്തെ മാറ്റി സ്ഥാപിക്കുവാൻ വന്നവൻ, എങ്ങനെയൊക്കെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അന്നത്തെ ലോകം പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയയല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ പുച്ഛിക്കുന്ന ഒരു ഇസ്രായേൽ ജനത്തെ നമുക്ക് അവിടെ കാണാം, അല്ലേ? അപ്പൊ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? യേശുക്രിസ്തുവിനെ എക്കാലത്തും പുച്ഛിച്ചിരുന്നു. കാരണം അവരറിഞ്ഞിരുന്നില്ല അവൻ സാക്ഷാൽ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു ബോധ്യവും അവർക്കുണ്ടായിരുന്നില്ല. കാരണം മോശ മുതലുള്ള പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. പക്ഷേ നഥാനിയേലിന് ബോധമുണ്ടായി. നഥാനിയേലിനോട് ആര് വന്ന് പറഞ്ഞു? ഫിലിപ്പോസ് വന്ന് പറഞ്ഞു. നഥാനിയേലിനും ഫിലിപ്പോസിനും ബോധമുണ്ടായപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇത് മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തി. അവരാരും പറഞ്ഞില്ല രണ്ടാമത്തെ ആള് വന്നു എന്ന് പറഞ്ഞില്ല. തൃത്വത്തിലെ രണ്ടാമത്തെ ആള് വന്നു എന്നല്ല അവർ പറഞ്ഞത്. മോശയും പ്രവാചകന്മാരും എഴുതിയിട്ടുള്ളവനെ കുറിച്ച്, എഴുതിയിട്ടിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടു എന്നാണ് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മോശയും പ്രവാചകന്മാരും, അല്ലെ, മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നതിന് ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, വേറെ ആരെ കുറിച്ചുമല്ല അവർ എഴുതിയിരുന്നത് എന്നുള്ള കാര്യമാണ് അവർക്കും വ്യക്തമായിട്ട് പറയുവാനുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഈ തരുണത്തിൽ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അവിടെ വളരെ വ്യക്തമായി എഴുതി, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് തരും. അല്ലെ? വളരെ ചിന്തിക്കേണ്ട ഒരു പ്രസ്താവന തന്നെയാണ് ഇക്കാര്യത്തില്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവൃത്തികളുടെ പുസ്തകം 7:37 നമ്മൾ വായിക്കുമ്പോ, പുസ്തക പ്രവൃത്തികൾ 7:37 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, 37-ാമത്തെ വാക്യത്തിൽ ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ ഇവൻ തന്നെ. അപ്പൊ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ച് മോശ നേരത്തെ തന്നെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടുകൂടെ മരുഭൂമിയിൽ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും ഇവൻ തന്നെ. അപ്പൊ ദൈവത്തെ കുറിച്ചാണ് മോശ എഴുതിയിരിക്കുന്നത്. രണ്ടാമതൊരു വ്യക്തിയെ കുറിച്ച് മോശ എഴുതിയതായി രേഖയിലൊന്നും ഇല്ലതാനും. ലൂക്കോസിന്റെ സുവിശേഷം 9:30 വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 9:30 വാക്യത്തിൽ 2 പുരുഷന്മാർ അവനോട് സംസാരിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി യെരൂശലേമിൽ വെച്ച് സംഭവിക്കാനുള്ള യേശുവിന്റെ മരണത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പോ അവിടെയും 2 പുരുഷന്മാരെ അവിടെ പറയുമ്പോൾ അവിടെയും മോശയും ഏലിയാവിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവരാണ് പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഉള്ള വ്യക്തിത്വം എന്ന് പറയുന്നത്. അവിടെയും പ്രവാചകന്മാരെ കാണുന്നു. അപ്പോ യേശുക്രിസ്തു പ്രവാചകൻ ആയിരുന്നില്ല, അവൻ സാക്ഷാൽ ദൈവമായവന്റെ ജഡത്തിലുള്ള വെളിപ്പെടലാണ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ വ്യക്തമാകുന്നു എന്നുള്ളതാണ്.
യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ മാറ്റമില്ലാത്ത കൃപകൾ എന്ന ഒരു നിത്യ നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജനതകൾക്കും സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയുമാക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജനതയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജനത നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗലാത്യരുടെ ലേഖനം 4:4 നമ്മൾ വായിക്കുമ്പോൾ, 4:4 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ തക്ക കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനായ യേശുവിനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി അയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വീണ്ടെടുത്തിട്ട് നാം ദത്തുപുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം പുത്രത്വത്തിലെ വെളിപ്പാട് എടുത്തെങ്കിൽ മാത്രമേ മനുഷ്യനിൽ ഈ വീണ്ടെടുപ്പ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദൈവം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി അയച്ചത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എബ്രായർ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആദ്യകാലങ്ങളിൽ ദൈവം മുൻ തലമുറകളിലുള്ള പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം വിവിധ വിധങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഈ കാലത്തെ ആയിട്ട് ദൈവം തന്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ആ പുത്രനെ ദൈവം സകലത്തിനും അവകാശിയാക്കി വെക്കുകയും അവൻ മുഖാന്തരം ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. തന്റെ പുത്രൻ പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രതിഫലനവും ദൈവത്തിന്റെ സത്തയുടെ പ്രതിബിംബവും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ സംരക്ഷിക്കുന്നതും അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങൾ ശുദ്ധീകരിച്ച ശേഷം ഉയരത്തിൽ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ കുറിച്ച് പ്രവാചകന്മാർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തന്റെ പുത്രനിലൂടെ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് ആയ ക്രിസ്തു എന്ത് ചെയ്യുന്നു? മനുഷ്യരോട് സംസാരിച്ചു എന്നാണ് പുതിയ നിയമത്തിൽ. തന്റെ പുത്രൻ പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രതിഫലനവും ദൈവത്തിന്റെ സത്തയുടെ പ്രതിബിംബവും എന്നൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പല വേഷനുകളിൽ പല രീതിയിലാണ് ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 1:3 വേറൊരു വേർഷനിൽ എഴുതിയിരിക്കുന്ന പുത്രൻ പിതാവിന്റെ മഹത്വം കാണിക്കുന്നു. അവൻ ദൈവപ്രകൃതിയുടെ പൂർണ്ണ പകർപ്പാണ്. പുത്രൻ തന്റെ ആജ്ഞശക്തിയാൽ എല്ലാറ്റിനെയും നിലനിർത്തുന്നു. പുത്രൻ ആളുകളെ തങ്ങളുടെ പാപത്തിൽ നിന്ന് മുക്തരാക്കി അതിനുശേഷം അവൻ സ്വർഗത്തിലുള്ള മഹോന്നതന്റെ ദൈവം വലതു ഭാഗത്ത് ഇരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടുവാനുള്ള സംഗതി ഇതായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെ? വേറൊരു വേഷനിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതു ഭാഗത്തിരിക്കുകയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കാണുന്ന തൃത്വക്കാരെന്ത് ചെയ്യുന്നു? 2 പേരാണെന്ന് ആക്കി തീർക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മോശ ഒരിക്കലും 2 പേരാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല.
അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരുന്നത് എന്താണ്? ഒരു ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ദൈവമാണോ? അല്ല, ഒരു ദൈവമേ നമുക്കുള്ളൂ. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം ഈ തരുണത്തിൽ മറന്നു പോകരുത് എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:3 നമ്മൾ വായിക്കുമ്പോ, റോമർ 8:3 മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ നമ്മൾ സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം മനുഷ്യനായി വെളിപ്പെടുക മാത്രമാണ് അവിടെ ചെയ്തത്. അതാണ് അവിടെ മനസ്സിലാക്കുന്നത്. പാപജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ എബ്രായർ ലേഖനം 2:1 നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർ 2:1 ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതൻ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമാക്കിയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യം നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അല്ലെ, യേശുക്രിസ്തു എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു, വിവിധതരം വീര്യ പ്രവൃത്തികൾ ചെയ്തു, തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യം നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8:12 വരുമ്പോ, യോഹന്നാന്റെ സുവിശേഷം 8:12 12ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോ, അവിടെ യേശു പിന്നെയും അവരോട് സംസാരിച്ചു: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. അല്ലെ? അപ്പം 2 വെളിച്ചങ്ങൾ നമുക്കുണ്ടോ? പഴയ നിയമത്തിൽ യഹോവയായ ദൈവം വെളിച്ചമാണെന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു പറയുകയാണ് ഞാനും വെളിച്ചമാണ്. അപ്പൊ 2 വെളിച്ചങ്ങൾ നമുക്കുണ്ടോ? ഒരിക്കലുമില്ല. ഒരേ ഒരു വെളിച്ചമേ ഉള്ളൂ, അത് ദൈവമാണ് ആ വെളിച്ചം. അല്ലെ? എന്നെ ആരാണ്ട് പറയുമ്പോൾ 16ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല. അല്ലെ? അത് ഏകനല്ല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരം യേശുക്രിസ്തു എന്താണ്, വേറൊരാളാണ്, അല്ലെ, മറ്റൊരാളാണ്, യേശുക്രിസ്തുവിന് അത് കഴിവില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാര് ഇന്ന് കൂടി വരുന്നുണ്ട്. കാരണം എന്താണ്? അവർക്ക് ദൈവവചനത്തെയും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അംഗീകരിക്കാൻ കഴിയാത്തവർ പറഞ്ഞുകൊണ്ടിരിക്കും യേശുക്രിസ്തു ഏകനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ പിതാവ്, അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിക്കൊണ്ട് ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകിയാൽ എന്റെ വിധി എന്താകുന്നു, സത്യമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവത്തിൽ 2-3 വ്യക്തിത്വങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായി ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കാത്തവർ എത്രയും പെട്ടെന്ന് സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യുവാൻ
ഇടയാക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിൽ അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട സ്തോത്രം മാനം മഹത്വം വെച്ചിട്ടെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം.